ഓരോ സൺസെറ്റും ഓരോ പുതിയ ചാൻസാണ്, ഒരു പുതിയ തീരുമാനമൊക്കെ എടുക്കാനുള്ള. തീർച്ചയായും. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഞാൻ തൻ്റെ അടുത്ത് ഇത്ര അടുക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഐ തിങ്ക് ഐ എം ഫോളോയിങ് ഫോർ യു. ഞാനിപ്പോൾ എൻ്റെ കരിയറിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഒരു കമ്മിറ്റ്മെൻറ്റിന് ഞാനിപ്പോൾ റെഡിയല്ല. അപ്പോൾ അറ്റ് ദ എൻഡ് ഇതൊരു മെമ്മറി ആവുമല്ലേ? ഇല്ല, നീ എനിക്കൊരു മെമ്മറി മാത്രമല്ല, പക്ഷേ നമ്മൾ ഒരുമിച്ചൊരു ലോക സ്വപ്നം കണ്ടാലും ആ ലോകം എപ്പോഴും ന്യൂയോർക്കിനും കേരളത്തിനുമുള്ള ദൂരം കാണും. എനിക്കെൻ്റെ എഴുത്ത് അതെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അത് ദാറ്റ്സ് മൈ പ്രയോറിറ്റി റൈറ്റ് നൗ. ഞാനേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാ. ഞാനും വരാം, പക്ഷേ എനിക്ക് നീന്തൽ അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞൂടാ. യുനോ ഐ എം എ ബിഗിനർ. വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. നീ ഇങ്ങനെ ഏത് സമയം കളിയാക്കാതെ ഒന്ന് എൻകറേജ് ചെയ്യ് പൂജ. ഞാൻ കാത്തിരിക്കാം നിന്റെ ഡ്രീംസ് ഫുൾഫിൽ ആവുന്നവരെ. ഐ ലവ് യു. I won't lose you. നമുക്കിടയിൽ ഈ ബന്ധത്തെ എന്താ വിളിക്കേണ്ടത്? ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ. അതിനൊക്കെ എങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പേരിട്ടൊക്കെ വിളിക്കുന്നത്? തനിക്കാണെങ്കിൽ ഒരുപാട് ഡ്രീംസും അംബീഷൻസും ഒക്കെ ഉള്ള ആളല്ലേ. ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് കാഴ്ചകൾ കാണണം. സോ താനതൊക്കെ ചെയ്യും. നമുക്ക് നോക്കാം നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ വർക്കൗട്ട് ആവാന്നൊക്കെ. ടൈം ഉണ്ടല്ലോ. ലെറ്റ്സ് സീ. യു ആർ എ ഗുഡ് പേഴ്സൺ വിഷ്ണു.
എൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയതിന് താങ്ക്സ്. വിഷ്ണു, എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്. Thank you for some great moments. I will always cherish this memory. I will miss you. See you someday possibly. Lovingly, Pooja. ഒരുപക്ഷെ നമ്മളിവിടെ വെച്ച് കണ്ടുമുട്ടിയത് തന്നെ ഒരു പഴയ സ്റ്റോറിൻ്റെ ബാക്കിയാണെങ്കിലോ? I won't lose you. പോയിട്ടില്ല വിഷ്ണു. I can't leave you.